യെസ്, സുൽത്താൻ ഇസ് ബാക്ക്. അതെ, നെയ്മർ ഇന്നലെ കളിച്ചൊരു കളി, എൻ്റെ മക്കളെ വിഷയം പ്രകടനം കാഴ്ചവെച്ചിരുന്നു. നെയ്മർ ജൂനിയർ കളിയിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമായി മിന്നിക്കത്തിയിട്ടുണ്ടായിരുന്നു. നെയ്മർ സാന്റോസിനു വേണ്ടി സാന്റോസ് റെലഗേഷൻ സോണിലാണിപ്പോൾ. സ്പോർട്ടിനായിട്ടുള്ള കളിയിൽ സാന്റോസ് 3-0 വിജയിച്ച് കയറിയത് കൊണ്ട് തന്നെ ഇപ്പോൾ റെലഗേഷൻ സോണിൽ അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചാൽ മതി, അവർക്ക് ഈ ലീഗിൽ തന്നെ കളിക്കാം. ഫസ്റ്റ് ഡിവിഷൻ കളി നെയ്മർ പരിക്കുണ്ട് എന്നിട്ടും കളിക്കാൻ ഇറങ്ങുന്നതാണ്. ഇന്നലെ നെയ്മറിൻ്റെ വക കളിയുടെ 26-ാം മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്പോർട്ടിൻ്റെ താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു രണ്ടാമത്തെ ഗോളായിട്ട് വന്നത്. പിന്നെ സ്കെൽമിറ്റിന് കൊടുത്ത ആ ഒരു അസിസ്റ്റും മികച്ച രൂപത്തിൽ നടത്തിക്കൊണ്ട് നെയ്മർ ജൂനിയർ മിന്നിക്കത്തി. ഇന്നലെ കളിക്ക് ശേഷം നെയ്മറിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പരിക്കുണ്ടോ. അപ്പോൾ നെയ്മർ പറഞ്ഞത്, എൻ്റെ കാൽമുട്ടിൽ ഇപ്പോഴും കാര്യങ്ങൾ ഓക്കെ അല്ല എന്നുള്ളതാണ്. അപ്പം പരിക്കുണ്ട്, എന്നാലും ഡോക്ടേഴ്സിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ കളിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കുറേ മാധ്യമ പ്രവർത്തകർ കുറേ കാര്യങ്ങൾ പടച്ചു വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരാളെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്, അപ്പോൾ നിങ്ങളത് കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് നെയ്മറിൻ്റെ പരിക്കിൻ്റെ കാര്യമൊക്കെ കുറേ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്മറിന് പരിക്ക് പറ്റി, നെയ്മർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കളിക്കുമെന്നുള്ളത്. എന്തായാലും നെയ്മർ തന്നെ വ്യക്തമായിട്ട് പറയുന്നു നെയ്മറിന് പരിക്കുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല കാൽമുട്ട് എന്നുള്ളതാണ്. എന്തായാലും ഒന്നൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു നെയ്മർ ജൂനിയർ. ഇതോടുകൂടി സാന്റോസ് വിജയിച്ചും കയറി. ഇനിയുള്ള മത്സരങ്ങൾ മികച്ച രൂപത്തിൽ നെയ്മർ കളിച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിനായിട്ട് സജ്ജനാവുക എന്നുള്ളതാണ്. പിന്നെ നെയ്മറിൻ്റെ പരിക്കിനെ പറ്റി വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാലും പരിക്കുണ്ട്, അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. എന്നാലും മികവിനൊരു കുറവുമില്ല നെയ്മറിൻ്റെ എന്നുള്ളതാണ്.